ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഗുഡ് ബാഡ് അഗ്ലിയുടെ റിവ്യൂ ആണ്. അത് വളരെ പ്രതീക്ഷയോടെയാണ് ഞാൻ പോയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ആൻ്റണി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മൂവിയായിരുന്നു. പക്ക ഒരു മാസ് മസാല ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ തമിഴ് മൂവിയായിരുന്നു. അപ്പോൾ അതേ ഒരു എക്സ്പെക്റ്റേഷനിലായിരുന്നു ഞാൻ ഇതിലും പോയിരുന്നത്. മിക്സഡ് റിവ്യൂസ് ആണെങ്കിൽ പോലും ഞാൻ അതിൽ പുള്ളിക്കാരൻ, നമ്മുടെ ഡയറക്ടർ പുള്ളിക്കാരിൽ ഞാൻ കുറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഒട്ടും തന്നെ അങ്ങോട്ട് വർക്കൗട്ട് ആയിട്ടില്ല. ഡയറക്ഷൻ വളരെ മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേയും ഭയങ്കര മോശമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ തലയുടെ ഒരു മാഷപ്പ് പഴയ മൂവികളുടെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ച് പോകുന്നുണ്ട്. പക്ഷേ അത് തന്നെ ഒന്നും ഒരു രീതിക്കും ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ആർക്കും അങ്ങ് ദഹിക്കും തോന്നുന്നില്ല. ഒരുപക്ഷെ ഫാൻസുകാർക്ക് അത് നല്ല രസമുള്ള ഒരു മൂവി ആയിരിക്കും. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ വലിയ അധിക ഫാനൊന്നുമല്ല. അപ്പോൾ എനിക്ക് അത് വളരെ ബോറായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ അങ്ങനെ കണ്ടോണ്ടിരിക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ തമിഴ് മൂവീസിൽ എപ്പോഴും എടുക്കുന്നത് തങ്കച്ചി പാസമാണെങ്കിൽ ഇതിൽ അച്ഛൻ മകൻ പാസമാണ്. അത് വർക്കൗട്ട് ആയിട്ടില്ല, ഇമോഷണലി ഒന്നും കണക്റ്റ് ആയിട്ടില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ സ്റ്റൈലിഷ് ലുക്ക് അത് സമ്മതിച്ചു കൊടുക്കണം. അത് വളരെ നല്ല രീതിയിൽ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഫാൻ ബോയ് ഒബ്വിയസ്ലി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫാൻ ബോയ് പടം എന്ന് ഉദ്ദേശിച്ചത് അതായിരിക്കും. പുള്ളിക്കാരൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് സ്ലോ മോഷനിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല നല്ല ലുക്കിൽ വരുന്ന ആ ഒരു സംഭവമായിരിക്കും പുള്ളിക്കാരൻ ഫാൻ ബോയ് പടം എന്ന് ഉദ്ദേശിച്ച് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും കാർത്തിക് സുബ്രാജ് എടുക്കുന്ന ആ ഒരു രീതി അങ്ങനത്തെ ഉള്ളൊരു പടമൊന്നുമല്ല ഇത്. ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറയുന്ന പോലെ ഒരു മാഷപ്പ് കണക്കുണ്ട് നമ്മളെ അജിത്തിൻ്റെ പഴയ മൂവീസിൻ്റെ. അപ്പോൾ അങ്ങനത്തെ ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മിക്സഡ് റിവ്യൂസ് വരാനായിട്ട് ഇതിൽ പോസിറ്റീവ് എന്ന് പറയാൻ എനിക്ക് തോന്നിയത് പുള്ളിക്കാരി നല്ല അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചു. സാധാരണ കാണുമ്പോഴത്തെ റോളുകളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് തമിഴ് സിനിമയിലോട്ട് പോയപ്പോഴത്തേനും. അപ്പോൾ അങ്ങനത്തെ ഒരു റോളും പിന്നെ അതേപോലെ തന്നെ ടെക്നിക്കൽ സൈഡ് ആണെങ്കിൽ പോലും എനിക്ക് കുറേ ഫോൾ ഇങ്ങനെ ഫീൽ ചെയ്തു. ഫസ്റ്റ് ഒരു ഗ്യാങ് ഫൈറ്റ് ഉണ്ട്. അതിൽ അജിത്തിനെ അടിക്കാനായിട്ട് ഒരു 50 പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. KGF റെഫറൻസ് വെച്ചിട്ടാണ്. എല്ലാം റെഫറൻസ് ആണ്. വിജയുടെ ഒരു റെഫറൻസ് ഡയലോഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ KGF കുറേ ഡയലോഗ്സ് വരുന്നുണ്ട്. നമ്മുടെ ബാഹുബലിയുടെ ഡയലോഗ്സ് വരുന്നുണ്ട്. സോറി, ബാഹുബലിയുടെ അല്ല, KGF ഡയലോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീൻ റെഫറൻസും കാര്യങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. അജിത്തിൻ്റെ പഴയ മൂവീസിൽ കുറേ റെഫറൻസ് വരുന്നുണ്ട്. മങ്കാത്തിലെ റെഫറൻസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫൈറ്റിൽ ഗ്യാങ് ഫൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ 50 പേര് പുള്ളിക്കാരനെ അടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നോക്കിയപ്പോഴത്തേനാണെങ്കിൽ ഈ 50 പേരും അജിത്തിനെ അടിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ അജിത്ത് എല്ലാവരും തിരിച്ചടിക്കുന്നു. പക്ഷേ ഈ ഗ്യാങ്ങിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അജിത്തിനെ അടിക്കുന്നതിന് പകരം ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല. അതെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളിക്കാരൻ്റെ അജിത്തിൻ്റെ ഒരു ശിങ്കിടിയായിട്ടാണ് അതിൽ ഫൈറ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ഗ്യാങ്ങിനകത്ത് നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. ഇതിലെ പുള്ളിനെ ഫോളോ ചെയ്യുന്ന അങ്ങനത്തെ ഒന്നും കാണിക്കുന്നില്ല. മീൻസ് ആ ഗ്യാങ്ങിനെ രണ്ടായിട്ട് വേർതിരിയുന്നു അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. എല്ലാവരും അജിത്തിനെ അടിക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ മാജിക്കലി അവർ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. അജിത്ത് വേറെ ആരെയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേ ഭയങ്കര മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. യൂഷ്വൽ സ്റ്റോറി ആണെങ്കിൽ പോലും മേക്കിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ പടം വാച്ചബിൾ ആവുമായിരുന്നു. അതേപോലെ തന്നെ ഇതൊക്കെ വെച്ച് കാണുമ്പോഴാണ് നമ്മുടെ ലോകേഷ് കനകരാജ് ഭയങ്കര വ്യത്യസ്തനാകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈവൻ ദോ ആവറേജ് സ്ക്രിപ്റ്റും ആവറേജ് സ്റ്റോറി ആണെങ്കിൽ കൂടി നമുക്ക് പ്രഡിക്റ്റബിളായ സ്റ്റോറി ആണെങ്കിൽ കൂടി പുള്ളിക്കാരൻ്റെ മേക്കിംഗ്, നമുക്കൊരു മൂവി കാണുമ്പോൾ ഉള്ള മേക്ക് ബിലീഫ്, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വട്ടം വയ്ക്കാൻ ആരും ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല കണ്ടിട്ട്. ഇപ്പോൾ
ഈ പുള്ളിക്കാരൻ ആദിക്കിൻ്റെ നമ്മൾ മാർക്ക് ആൻ്റണി കണ്ടായിരുന്നു. വളരെ നല്ലൊരു മൂവിയായിരുന്നു. എനിക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള നല്ല ഗൂസ് ബംസ് ഒക്കെ ഇടയ്ക്ക് വന്നിട്ടുള്ള നല്ലൊരു മൂവിയായിരുന്നു. പക്ഷേ ഇതിലോട്ട് വന്നപ്പോഴത്തേനാണെങ്കിൽ യാതൊരുവിധ, പക്ഷേ ഇടയ്ക്കുള്ള BGM കൊള്ളായിരുന്നു. എന്നിരുന്നാൽ കൂടി അങ്ങോട്ട് സിങ്ക് ആയിട്ടില്ല. ഫുൾ അങ്ങ് വർക്കൗട്ട് ആവുക അങ്ങനത്തെ ഒരു പരിപാടി മൂവിയിൽ വന്നിട്ടില്ല. അത് വളരെ ഒരു മേജർ മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തു. ഓവറോൾ എനിക്കൊരു ആവറേജ്, ബിലോ ആവറേജ് രീതിക്കുള്ള ഒരു അനുഭവമാണ് ഈ സിനിമ തന്നത്. അത്യാവശ്യം നിരാശനായി ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബസൂക്കയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇത് ബസൂക്കയുടെ റിവ്യൂ ആയിട്ട് തിരിച്ചു വരുന്നതാണ്.